ഒരു ടുലിപ്പ് കീ ചെയിനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ 2 യാണാണ് വേണ്ടത്. ഒന്ന് ഗ്രീൻ കളർ മതി, സ്ട്രിങ്ങും ലീഫും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളറ്. ലിലക് കളർ വരുന്നത് ഫ്ലവർ ഉണ്ടാക്കാനായിട്ടാണ്. കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത കളറിലാണ് ഞാൻ ഇന്ന് ടുലിപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ 5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഹുക്കും യാണും എടുക്കുക. പിന്നെ വേണ്ടത് ഒരു പഞ്ഞിയാണ്, പിന്നെ കത്രിക, പിന്നെ ഒരു സൂചിയും കൂടെ വേണം. കാര്യം നമുക്ക് ചെറുതായിട്ടൊന്ന് തുന്നിക്കൊടുക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഒരു സൂചിയും കൂടെ വേണം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സൂചി എടുത്താൽ മതി. പിന്നെ വീഡിയോ ലേറ്റ് ആയതിന് ഒരു സോറി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ടുലിപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ടുലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാജിക് റിങ്ങിലാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ മാജിക് റിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. മാജിക് റിങ് ചെയ്യാനായിട്ട് ഞാൻ 2 പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യം മാജിക് റിങ് ഒന്ന് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ആദ്യം തന്നെ കയ്യിനെ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നൂലിൻ്റെ തുമ്പ് ഭാഗം ഇപ്പുറത്തോട്ട് വരുന്നത് പോലെ ഇട്ടിട്ട് നമ്മുടെ തള്ള വിരൽ കൊണ്ടൊന്ന് അവിടെ പിടിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നൂല് പാളിപ്പാളി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അപ്പുറത്തോട്ട് വന്ന നൂലിനെ എടുത്ത് ഇതേപോലൊരു ക്രോസ് ആക്കി കൊടുക്കുക. ആ ക്രോസ് ഭാഗം കറക്റ്റ് നടുക്കൂടെ വരുന്നത് പോലെ വേണം വരാനായിട്ട്. ഇനി നമ്മുടെ ഹുക്കിനെ എടുക്കുക. എന്നിട്ട് ആ 2 നൂലിൻ്റെയും അടിവഴിയാണ് ഞാൻ കയറ്റുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ മുകളിലൊരു വീയും താഴൊരു വീയും കാണാവുന്നതാണ്. അപ്പം ഞാൻ ആ മുകളിലുള്ള വീട് അതുവഴി ഹുക്കിനെ ഇറക്കണം. അപ്പോൾ താഴെ വഴി കയറ്റി ആ മുകളിലുള്ള വീട് അതുവഴി ഹുക്കിനെ ഇറക്കിയിട്ട് മുകളിലൂടെ പോകുന്നൊരു യാണിനെ കണ്ടു, അതിനെ പിടിച്ച് പതുക്കെ താഴോട്ട് വലിച്ച് ഒന്ന് തിരിച്ചെടുക്കുവാണ്. ഇപ്പം നമ്മുടെ മാജിക് റിങ് ഇവിടെ ആയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇതിനെയാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. സംഭവം കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഞാൻ പറയുന്നൊന്നും മനസ്സിലായില്ലെങ്കിലും കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നേരത്തെ ഞാൻ കൈ തിരിച്ചാണ് പിടിച്ചത്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നൂലിനെ ഇതേപോലെ നിട്ടു ക്രോസാക്കി വെച്ചു. നിങ്ങൾക്ക് മുകളിലൊരു വീയും താഴൊരു വീയും കാണാവുന്നതാണ്. 2ൻ്റെയും താഴെ വഴിയാണ് കയറ്റുന്നത്. മുകളിലുള്ള വീട് അതുവഴിയാണ് ഹുക്കിനെ ഇറക്കുന്നത്. അപ്പം താഴെ വഴി കയറ്റി മുകളിലുള്ള വീട് അതുവഴി ഇറക്കി മുകളിലൂടെ പോകുന്ന യാണിനെ പിടിച്ച് താഴോട്ട് വലിച്ച് തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മാജിക് റിങ് കിട്ടും. ഇനി ഇതിപ്പോൾ നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞ് എല്ലാം കൂടെ പോകും. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും കൂടെ ചെയ്തെടുക്കാം. ചെയിൻ ചെയ്യാനായിട്ട് മുകളിലുള്ള യാണിനൊന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ പതുക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പം ചെയിനാകും. ഇനി നമുക്ക് ടുലിപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ടുലിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ മാജിക് റിങ് ഇട്ടു. ഇനി ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുന്നത്. ടുലിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ മാജിക് റിങ്ങിനകത്തേക്ക് ഹുക്കിനെ ഇറക്കി കൊടുക്കണം. എന്നിട്ട് യാണിനെ വലിച്ച് തിരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴി ഇറക്കി കൊടുത്തു കഴിയുമ്പോൾ സിംഗിൾ ക്രോഷ്യോ ഇതേപോലെ 6 എണ്ണം ചെയ്തെടുക്കണം. അപ്പം ആദ്യം തന്നെ ഹുക്കിനെ മാജിക് റിങ്ങിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് യാണിനെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ഹുക്കിലുള്ള 2 ലൂപ്പിലൂടെയും വലിച്ചാൽ സിംഗിൾ ക്രോഷ്യോ. അങ്ങനെ ഞാനിവിടെ 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാജിക് റിങ്ങിൻ്റെ ഈ യാൺ കണ്ടു, ഈ യാണിനെ അങ്ങ് പിടിച്ച് വലിച്ചു കൊടുക്കണം. അപ്പം ആ നമ്മൾ ചെയ്ത സ്റ്റിച്ചസൊക്കെ അടുത്തിട്ട് ഇതേപോലൊരു കുഞ്ഞ് റൗണ്ടായിട്ട് കിട്ടും. നമ്മൾ സ്റ്റിച്ചസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ യാണിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ആ സ്റ്റിച്ചസൊക്കെ കൂടിയിട്ട് ഒരു റൗണ്ടായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ഇതിനെ മാജിക് റിങ് എന്ന് വിളിക്കുന്നത്. ഒരു മാജിക്കല്ലേ നടന്നത്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഈ ക്രോഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം വേറെയാണ്, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അപ്പം ആ ഒരു സാധനം വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലൊരു സേഫ്റ്റി പിൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ അവിടുന്ന് പുറകോട്ട് എണ്ണിക്കൊടുക്കണം. നമ്മൾ ആ സേഫ്റ്റി പിൻ വെച്ച സ്റ്റിച്ചിൽ നിന്ന് പുറകോട്ട് എണ്ണിക്കൊടുക്കണം. അങ്ങനെ എണ്ണുമ്പോഴത്തേക്കും 6ാമത് വരുന്ന സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നിന്ന് പുറകോട്ട് എണ്ണി നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് കിട്ടും. അതിൽ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റി കൊടുക്കണം. എന്നിട്ട്
ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴിയും ഒന്നിച്ച് വലിക്കണം. അപ്പം സ്ലിപ്പ് സ്റ്റിച്ചാകും. ഇപ്പം നമ്മൾ ചെയ്ത ആ റൗണ്ടും ആ സ്റ്റിച്ചസും എല്ലാം ഒരുമിച്ച് ഒരു കുഞ്ഞ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടത് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിലായിരുന്നല്ലോ. നമ്മൾ സേഫ്റ്റി പിൻ ആദ്യം ഇട്ട്, അപ്പം ആ സേഫ്റ്റി പിൻ ഇട്ട് കൊടുത്ത സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്തതാണ്. അവിടുന്ന് പുറകോട്ട് എണ്ണി കഴിയുമ്പം 6ാമത് വരുന്ന സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പം അതിലാണ് നമ്മൾ ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം അത് ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് ചിലപ്പോൾ കാണണം എന്നില്ല. അപ്പം ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ ഈ വി കാണുന്നതിൻ്റെ ഇടയ്ക്കോട്ടാണ് നമ്മൾ ഹുക്കിനെ കയറ്റുന്നത്. അപ്പം നമ്മൾ എല്ലാ റൗണ്ടിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 1 ഇൻക്രീസ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണമെന്നാണ്. അപ്പം ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ റൗണ്ടിൽ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യയാണ് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും കൂടെ കൂട്ടി 12 എണ്ണമാണ് വരേണ്ടത്. അപ്പം നിങ്ങൾ ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എണ്ണി നോക്കണം 12 എണ്ണം വരുന്നുണ്ടോയെന്ന്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആ സേഫ്റ്റി പിൻ ഇട്ട ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ വരെ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചെന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചാണ്. അപ്പം അതിലോട്ട് കയറ്റി സിംഗിൾ ക്രോഷ്യ ഇടരുത്. അങ്ങനെ ഞാനിവിടെ ലാസ്റ്റത്തെ സ്റ്റിച്ചിലെത്തി. അപ്പം നമ്മൾ അവിടുത്തെ സേഫ്റ്റി പിൻ ഊരിയതിന് ശേഷം അവിടെയും 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത് ആ ലാസ്റ്റ് വന്ന സിംഗിൾ ക്രോഷ്യയിലേക്ക് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സേഫ്റ്റി പിൻ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ച്. എന്നിട്ട് അവിടുന്ന് നമ്മൾ പുറകോട്ട് എണ്ണി നോക്കണം. അപ്പം എനിക്കിവിടെ എണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 12 എണ്ണം വരുന്നുണ്ട്. ഇതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് എൻ്റെ 12ാമത്തെ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ സേഫ്റ്റി പിൻ വെക്കുന്നത് നമ്മുടെ സ്റ്റിച്ച് മാറിപ്പോകാതിരിക്കാനായിട്ടാണ്. നമ്മളങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെയിനും കൂടെ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ ഒരു റൗണ്ട് കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 3 ചെയ്യാം. ഈ ഒരു റൗണ്ടിൽ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതായത് 1 ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ നമ്മൾ പിന്നെയും ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം 1 2 1 2 1 2 അങ്ങനെയാണ് പോവേണ്ടത്. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഞാൻ ആ രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നിങ്ങൾ എല്ലാ സ്റ്റിച്ചസിലും ചെയ്ത് നമ്മൾ ആ സേഫ്റ്റി പിൻ കുത്തിയിരിക്കുന്ന അവിടെ വരെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ 18 എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തു വന്ന എല്ലാ കാര്യവും കറക്റ്റാണ്. ഞാനിവിടെ 18 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. എനിക്ക് എണ്ണിയപ്പോഴും 18 എണ്ണം കിട്ടിയിട്ടുണ്ട്.
ഇനി നിങ്ങൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ആ ഒരു സ്റ്റിച്ചിൽ സേഫ്റ്റി പിൻ കുത്താവുന്നതാണ്. ഞാനിവിടെ അങ്ങനെ കുത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ കുത്തുന്നതായിരിക്കും നല്ലത്. കാര്യം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ പുറകോട്ടെണ്ണി 12ാമത് വരുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ ടുലിപ്പിൻ്റെ ബേസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ടാണ് പോകുന്നത്. ഈ റൗണ്ടിൽ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ടോട്ടൽ 18 എണ്ണം തന്നെയാണ് ഈ റൗണ്ടിലും ചെയ്തെടുക്കേണ്ടത്, ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച്. അപ്പം നിങ്ങൾ ആ ലാസ്റ്റ് സ്റ്റിച്ച് മാർക്ക് വെച്ചെടുത്ത് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ നമ്മൾ വെച്ചെടുത്ത് വരെ ചെയ്ത് തീർക്കണം. ഇപ്പം ഇത് കണ്ടോ, ഞാൻ ആ റൗണ്ട് തീർത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു, ചെയിൻ 1. അങ്ങനെ നമ്മൾ 4ാമത്തെ റൗണ്ടും ഇവിടെ തീർത്തു. ഇപ്പം ഇത് ഏകദേശം പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ 5ാമത്തെ റൗണ്ടിലേക്കാണ് ഇനി കയറുന്നത്. അപ്പം ഇനി 5 തൊട്ട് 10 റൗണ്ട് വരെ നമ്മൾ ഒരേ കാര്യമാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 5ാമത്തെ റൗണ്ടിലേക്ക് കയറി. അപ്പം ഒരു സ്റ്റിച്ചിൽ നമ്മളിപ്പം കുറച്ച് മുമ്പ് 4ാമത്തേത് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് 5ാമത്തെ റോ ചെയ്യുന്നത്. 5ാമത്തെ റോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, എന്നിട്ട് ചെയിൻ 1. അടുത്ത റൗണ്ടും അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 18 എണ്ണം. അപ്പം 5 തൊട്ട് 10ാമത്തെ റൗണ്ട് വരെ നമ്മൾ ഒരേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനതിവിടെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം ഞാനിവിടെ 5ാമത്തെ റോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇത് കണ്ടോ, ഇത് ഏകദേശം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടല്ലോ. അപ്പം ഓരോ റൗണ്ട് കഴിയും തോറും ഇതിങ്ങനെ തന്നെ പൊങ്ങി പൊങ്ങി വരും. 6ാമത്തെ റൗണ്ടാണ്. ഇനി നമുക്ക് 7, 8, 9, 10 4 റൗണ്ടും കൂടെ ചെയ്യണം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ ഇടാനായിട്ട് മറക്കരുത്. അങ്ങനെ ഞാനിവിടെ എല്ലാ റൗണ്ടും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതിന് അത്യാവശ്യം പൊക്കമുണ്ട്. ടോട്ടൽ നമുക്ക് 10 റൗണ്ടേ ഉള്ളൂ. ഇനി നിങ്ങളുടെ യാൺ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും റൗണ്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതേ പാറ്റേണിൽ തന്നെ പോയാൽ മതി. അങ്ങനെ ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയിൻ 1, എന്നിട്ട് കുറച്ച് നീളത്തിൽ നൂല് വിടണം. കാര്യം ലാസ്റ്റ് നമുക്കിതിനെ തുന്നി ചേർക്കാനായിട്ട് കുറച്ച് നൂലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇതേപോലെ കുറച്ച് നീളത്തിൽ തന്നെ നൂല് വിട്ടതിന് ശേഷം വേണം മുറിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ടുലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ മുറിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ചെയിൻ ഇട്ട് കൊടുത്ത ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്തുകൂടെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അങ്ങനെ നമ്മൾ ടുലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലവർ വരുന്ന ടുലിപ്പ് കീ ചെയിൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ 2 ടുലിപ്പ് വരുന്ന കീ ചെയിൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതേപോലത്തെ 2 ടുലിപ്പ് വരുന്ന കീ ചെയിനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ച അതേ പാറ്റേണിൽ തന്നെ ഞാൻ ഒരു ടുലിപ്പും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രിങ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതേപോലെ ഒരു ടുലിപ്പ് വരുന്ന കീ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഗ്രീൻ കളർ യാൺ എടുക്കുക. ലീഫിനും നമ്മൾ ഇതേ കളർ യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പപ്പണിയാണ്. ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ചെയിൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയിനാകും. ഇതേപോലെ 45 ചെയിനാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്.
പിന്നെ ഞാനിവിടെ കാണിക്കുന്ന യാണിനെക്കാട്ടി കുറച്ചും കൂടെ വലുതാണ് നിങ്ങളുടെ യാണെന്നുണ്ടെങ്കിൽ 45-ൽ കുറവ് ചെയ്താൽ മതി. ഒരു 40, 35 നിങ്ങൾക്ക് ആ ഒരു കീ ചെയിന് വേണ്ട നീളം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതിലും ചെറിയ വലിപ്പമുള്ള യാണാണെങ്കിൽ നിങ്ങൾ ഒരു 50 ചെയിനോളം ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ 45 ചെയിൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ ചെയിൻ ഇട്ടിട്ട് അവിടെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സ്ട്രിങ് റെഡിയായി. ഇനി നമുക്ക് ലീഫും കൂടി ഉണ്ടാക്കാം. ലാസ്റ്റായിട്ട് ലീഫും കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ലീഫ് ഉണ്ടാക്കുമ്പം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് തെറ്റിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ. അപ്പം ഞാൻ പറയുന്നത് ആദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ലീഫ് ഉണ്ടാക്കിയാൽ മതി. അപ്പം ആദ്യം തന്നെ നമ്മൾ 16 ചെയിനാണ് ചെയ്തെടുക്കുന്നത്. ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൂടെ പോകുന്ന യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. അപ്പം ചെയിനാകും. അങ്ങനെ 16 എണ്ണം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 16 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം സിമ്പിളാണ്. ഇനി പറയാൻ പോകുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഒരു ചെയിൻ വിട്ടതിന് ശേഷം രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഹുക്കിനെ കയറ്റുന്നത്. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഹുക്കിനെ ഒന്ന് കയറ്റുക. എന്നിട്ട് മുകളിലുള്ള യാണിനെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ മുകളിലുള്ള യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴി വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സിംഗിൾ ക്രോഷിയാകും. പിന്നെ നിങ്ങൾ താഴെ നിന്നാണ് നോക്കുന്നതെങ്കിൽ 15ാമത്തെ ചെയിനിലേക്കാണ് ഹുക്കിനെ കയറ്റുന്നത്. മുകളിൽ നിന്നാണെങ്കിൽ 2ാമത്തെ ചെയിനിലേക്ക്. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്കിനെ ഇറക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ മുകളിലുള്ള യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ പിന്നെയും 3 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ മുകളിലുള്ള യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആ 3 ലൂപ്പ് വഴിയും ഒന്നിച്ച് വലിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്തത് 3 ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. അത് ഒരു ചെയിനിലല്ല 3 എണ്ണം ചെയ്യുന്നത്, മറിച്ച് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചാണ് 3 എണ്ണം ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ഇറക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. മുകളിലുള്ള യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആ ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ പിന്നെയും 3 ലൂപ്പുകളുണ്ട്. മുകളിലുള്ള യാണിനെ ചുറ്റിയിട്ട് ആ ആദ്യത്തെ 2 ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കുക. പിന്നെയും നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. മുകളിലുള്ള യാണിനെ ചുറ്റുക, ആ 2 ലൂപ്പ് വഴി ഇറക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആകും. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ മുകളിലുള്ള യാണിനെ ചുറ്റുക, എന്നിട്ട് അടുത്ത ചെയിൻ വഴി ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ആ ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കുക. പിന്നെയും 3 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ആദ്യത്തെ 2 ലൂപ്പ് വഴി മാത്രം, ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് അടുത്ത 2 ലൂപ്പ് വഴിയും ഇറക്കി കൊടുക്കുക. അപ്പം ഡബിൾ ക്രോഷ്യ ആകും. അങ്ങനെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. സംഭവം വളരെ എളുപ്പമാണ്. സ്റ്റിച്ചസ് പഠിച്ചവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പം ഇനി ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിനുകളിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ചുറ്റുക, എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. യാണിനെ ചുറ്റുക, ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കുക. പിന്നെയും നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. മുകളിലെ യാണിനെ ചുറ്റുക, എന്നിട്ട് ആ 3 ലൂപ്പിലേയും കൂടെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷ്യയായി. ഇനി നമ്മൾ അടുത്തതിൽ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിനെ ചുറ്റേണ്ട ആവശ്യമില്ല. നേരിട്ട് അടുത്ത ചെയിനിലേക്ക് ഇറക്കുക, എന്നിട്ട് യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട്
ആ 2 ലൂപ്പ് വഴി വലിച്ചു കൊടുത്താൽ സിംഗിൾ ക്രോഷിയായി. ഇനി നമ്മൾ അടുത്ത ഒരു ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഹുക്കിനെ അടുത്ത ചെയിനിലേക്ക് ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴിയും ഒന്നിച്ച് വലിച്ചു കൊടുക്കണം. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഇലയുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഭാഗമാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷി ചെയ്യാൻ വേണ്ടിയിട്ട് യാണിനെ ചുറ്റേണ്ട ആവശ്യമില്ല, നേരെ അടുത്ത ചെയിനിലേക്ക് കയറ്റി കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷി ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. സംഭവം ഇങ്ങനെ 2-3 സ്റ്റിച്ചസ് ഒന്നിച്ച് വരുന്നത് കൊണ്ട് പറയുമ്പം എനിക്ക് തന്നെ മാറിപ്പോകുന്നു. 2-3 പ്രാവശ്യം ഞാനൊന്ന് പറഞ്ഞിട്ടാണ് സംഭവം സെറ്റായി കിട്ടിയത്. പിന്നെ ഇനിയിപ്പം ഞാൻ സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ പിന്നെയും 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതും 3 ചെയിനുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് 3 ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലീഫ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു സംഭവങ്ങളും കട്ട് ചെയ്യുന്നില്ല. കാണിക്കുന്ന എല്ലാ സ്റ്റിച്ചസും എത്ര എണ്ണം ഉണ്ടോ അത്രയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. കാര്യം ലീഫ് ചെയ്യുന്നത് കുറച്ച് പാടാണ്. കാര്യം കുറേ സ്റ്റിച്ചസ് വരുമ്പോഴത്തേക്കും മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണെങ്കിൽ ആ 3 ഡബിൾ ക്രോഷ്യ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം ഇപ്പം ഞാൻ ഈ മോള് വഴി എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങളൊരു പേപ്പറിലോട്ടോ എന്തിലോട്ടെങ്കിലും എഴുതിയെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്തു പോകുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്തു പോവുക. അങ്ങനെ ഞാനിവിടെ 3 ഡബിൾ ക്രോഷ്യ ഓരോ ചെയിനിലായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 ചെയിനാണ് ഉള്ളത്. അതിൽ കൂടുതലോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ എന്തോ എടുത്തത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് അങ്ങോട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചെയിനിലാണ് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പം സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഹുക്കിനെ കയറ്റി കൊടുത്താൽ മതി, യാണിനെ ചുറ്റേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടൊന്നും ലീഫ് തീർന്നിട്ടില്ല കേട്ടോ. നമ്മളിപ്പം ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ താഴത്തെ ഭാഗം കൂടെ ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഒരു പകുതി ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പം അടുത്ത ഭാഗം നമുക്കിനി ചെയ്യാം. അങ്ങനെ ഞാനിവിടെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ലീഫിൻ്റെ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒരു ഭാഗം കൂടെ വരാനായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മളിപ്പം ചെയ്തു തീർത്തത്. ഇനി നമ്മളിതിനെ തിരിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ചെയ്തു തീർത്തത് ഇപ്പം കാണിക്കുന്നത് പോലെയാണ്. ഇതിനെ ഞാനിപ്പം തിരിച്ചു പിടിച്ചു. എന്നിട്ടാണ് നമ്മൾ മുകളിലോട്ട് ചെയ്തു പോകുന്നത്. ഈ മുകളിൽ കാണുന്ന സ്റ്റിച്ചസ് കണ്ടോ, അതിലൂടെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചസ് ചെയ്തു പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു പോകാൻ പറ്റും. കാര്യം അത് നമ്മൾ ആ ചെയിനിലാണല്ലോ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ചസ് മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. ആ മുകളിലൂടെ പോകുന്നത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പം ആദ്യം തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് തീർത്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ശരിയായോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു വഴിയുണ്ട്. അത് ഞാൻ ചെയ്തു വരുമ്പോൾ പറഞ്ഞു തരാം. ഇനി അടുത്ത 3 സ്റ്റിച്ചുകളിലായിട്ട് 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ വെച്ചാണ് 3 സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2-3 പ്രാവശ്യം സ്റ്റിച്ച് മാറ്റി കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് റൗണ്ട് 2ൽ സ്റ്റിച്ച് മാറി നമ്മൾ കയറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഇത് കുറച്ച് ഡാർക്ക് കളർ യാണായതുകൊണ്ട് കറക്റ്റായിട്ട് ആ വീഡിയോയിൽ അങ്ങോട്ട് കയറ്റുന്നതൊന്നും ക്ലിയർ ആയിട്ട് കാണണം എന്നില്ല. കാര്യം ഡാർക്ക് കളറാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബോയൊക്കെ ചെയ്തപ്പോൾ ലൈറ്റ് കളർ തന്നെ പിടിച്ച് ചെയ്തത്. അങ്ങനെ ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്.
ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അപ്പം സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാണിനെ ചുറ്റേണ്ട ആവശ്യമില്ല. നേരെ അടുത്ത സ്റ്റിച്ചിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള യാണിനെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം, പിന്നെ ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴി വലിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ടും യാണിനെ ചുറ്റേണ്ട. അടുത്ത സ്റ്റിച്ചിലേക്ക് നേരെ ഹുക്കിനെ കയറ്റി കൊടുക്കുക. മുകളിലുള്ള യാണിനെ ചുറ്റുക. ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ആ 2 ലൂപ്പ് വഴിയും ഒന്നിച്ച് വലിക്കുക. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നറിയാൻ ഒരു വഴിയുണ്ടെന്ന്. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ആ 2 ലീഫിൻ്റെയും കറക്റ്റ് നടുക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചസ് ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ ഒരു ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ലീഫിലേക്ക് കയറാം. അപ്പം ആദ്യം തന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 3 സ്റ്റിച്ചുകളിലായിട്ടാണ് 3 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ വെച്ച് 3 സ്റ്റിച്ചുകളിലാണ് 3 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ 3 ഡബിൾ ക്രോഷ്യ 3 സ്റ്റിച്ചുകളിലായിട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പം നമ്മൾ ഏകദേശം തീരാറായി. ഇനി ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പം അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്, അതും ഒരെണ്ണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ തീർന്നല്ലോ. അത് കഴിയുമ്പോഴത്തേക്കും തീർന്നെന്ന് വിചാരിക്കരുത്, അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കാണും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തു കൊടുക്കണം. ആ ഒരൊറ്റ സ്റ്റിച്ചിലാണ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ആ സ്റ്റിച്ച് കുറച്ച് മൂലയിലായിട്ടായിരിക്കും കിടക്കുന്നത്, ഞാൻ കാണിക്കുന്നത് പോലെ. ഇനി നമ്മുടെ പരിപാടി തീർന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, നമ്മൾ തുടങ്ങിയപ്പോൾ ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷ്യ, ആ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ 2 മൂലയും ഏകദേശം ഒന്നിച്ച് കൂടി ചേരും. അപ്പം നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് യാണിനെ കുറച്ച് വലിച്ച് ബാക്കി വരുന്നതിനെ മുറിച്ച് ബാക്കി വരുന്നതിനെ എടുത്തിട്ട് നമ്മൾ ആ ചെയിൻ ഇട്ട് കൊടുത്ത ഭാഗം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, എൻ്റെ കയ്യിൽ ഡാർക്ക് പിങ്ക് കളർ യാണാണ്, അപ്പം അത് വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡാർക്ക് പിങ്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവറൊക്കെ അല്ലേ, അപ്പം അത് ഏത് കളർ വെച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ 2 സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന യാണിനെ ഒന്ന് മറച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ലീഫിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇതിനെ നേരെ തിരിച്ചതിന് ശേഷം ഇതിൻ്റെ നടുക്കൂടെ പോയേക്കുന്ന ഈ യാൺസ് കണ്ടോ, അതിൻ്റെ ഇടയ്ക്കയിലേക്കാണ് നമ്മൾ ഈ യാണിനെ മറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു സൂചി എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള യാണിന് കയറാൻ പറ്റുന്ന സൂചിയായിരിക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വലിയ സൂചി കാണാതെ പോയത് കൊണ്ട് ഞാൻ ഇത്രയും വലിയ തുളയുള്ളൊരു സൂചിയാണ് എടുത്തത്. അത് ആ ഒരു നൂലിലൂടെ കറക്റ്റായിട്ട് കയറുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ബലം പ്രയോഗിക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആകെ 2 സ്റ്റിച്ച് വഴി മാത്രമേ ആ നൂലിനെ കയറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 സ്റ്റിച്ചിലൂടെ കയറ്റാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ബാക്കി വരുന്നതിനെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ ഇതേപോലെ അടിപൊളിയായിട്ടിരിക്കും. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലീഫിൻ്റെ 2 സൈഡിൽ നീണ്ടു നിന്ന നൂലിനെ ഞാനിവിടെ മറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിപ്പിക്കാം. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടുലിപ്പിൻ്റെ നീണ്ടു നിൽക്കുന്നതാ ഈ ഒരു യാണുണ്ടല്ലോ, അതിനെ മറച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മാജിക് റിങ് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കി വന്ന യാണാണ്. അപ്പം ഏകദേശം നടുക്കായിട്ട് നമ്മൾ മാജിക് റിങ് ഇട്ട് തുടങ്ങുമല്ലോ, അപ്പം ഒരു കുഞ്ഞു തുള പോലെ വരും. എന്നിട്ട് അതിനെ നമ്മൾ വലിച്ചാണ് ആ
യാണിനെ അടുപ്പിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ തുളയുണ്ടല്ലോ, അതിനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് വലുതാക്കി കൊടുക്കണം. എന്നിട്ട് ആ ബാക്കിലോട്ട് മാജിക് റിങ്ങിൻ്റെ ബാക്കി യാൺ വന്നതിനെ അകത്തോട്ട് വലിച്ച് കയറ്റി കൊടുക്കണം. ഇതേപോലെ തന്നെ 2 ടുലിപ്പിലും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇപ്പം ആ യാൺ അകത്തോട്ടായി. ഇനി നമ്മൾ ആ ഒരു സ്പേസിലൂടെ തന്നെ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ യാണിനെയും കയറ്റി കൊടുക്കണം. നമ്മൾ എങ്ങനെയാണോ ആ ടുലിപ്പിൻ്റെ ബാക്കി വന്ന താഴോട്ടുണ്ടായിരുന്ന യാണിനെ കയറ്റി കൊടുത്തത്, അതുപോലെ തന്നെയാണ് ഈ സ്ട്രിങ്ങിൻ്റെ യാണിനെ കയറ്റി കൊടുക്കേണ്ടത്. ഏകദേശം ഒന്ന് വലിച്ച് സെറ്റാക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ഇതേപോലെ തന്നെ അടുത്ത ഒരു ടുലിപ്പും കൂടെ ഉണ്ടല്ലോ, അതിലേക്ക് ചെയ്തു കൊടുക്കണം. ഇനി നിങ്ങൾ ഇതേപോലെ ഒറ്റ ടുലിപ്പുള്ള കീ ചെയിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ഈ സ്ട്രിങ്ങിൻ്റെ 2 അറ്റവും ഒരു ടുലിപ്പിൻ്റെ അകത്തേക്കാണ് കയറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന അറ്റവും ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന ടുലിപ്പിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കണം. ദാ ഇതേപോലെ നമ്മൾ കയറ്റി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ 2 ടുലിപ്പ് വെച്ചുള്ള കീ ചെയിനാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അടുത്ത അറ്റം അടുത്ത ടുലിപ്പിലേക്ക് കയറ്റി കൊടുക്കുന്നത്. ഇനി നമ്മൾ അകത്തോട്ട് ആദ്യം കയറ്റിയ ആ യാണുണ്ടല്ലോ, അതിനെ അങ്ങ് പിടിച്ച് വലിച്ച് മുറുക്കി കൊടുക്കണം. കാര്യം നമ്മൾ ആ പച്ച സ്ട്രിങ് കയറ്റിയല്ലോ, അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടുലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അറ്റവും അടുത്ത ടുലിപ്പിലേക്ക് കയറ്റി കൊടുക്കണം. ഇപ്പോൾ കാണിച്ച അതേ മെത്തേഡിലൂടെ തന്നെ ആ ഒരു യാണിനെയും ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കയറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇത് അവിടെ തന്നെ ഒന്ന് ഉറച്ച് നിൽക്കാനായിട്ട് നമ്മൾ ആദ്യം കയറ്റിയ ടുലിപ്പിൻ്റെ ബാക്കി വന്ന യാണും പിന്നെ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ യാണും കൂടെ തമ്മിൽ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. ഒന്ന് കടുങ്കെട്ടിട്ട് വെക്കുക. കാര്യം ഊരിപ്പോകാനായിട്ട് പാടില്ലല്ലോ. അപ്പം അതേപോലെ തന്നെ 2 ടുലിപ്പിലും ചെയ്തെടുക്കണം. ടുലിപ്പിൻ്റെ പരിപാടി ഇപ്പോൾ ഇവിടെ പകുതി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആ ഒരു ടുലിപ്പിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റണ്ടേ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിനെ തുന്നുന്നതിന് മുമ്പായിട്ട് കുറച്ച് പഞ്ഞിയോ അല്ലെങ്കിൽ ബാക്കി വരുന്ന പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ, അതോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കണം. പിന്നെ പഞ്ഞിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പഴയ പഞ്ഞി, ഈ തുറന്ന് കിടന്ന പഞ്ഞി അങ്ങനത്തെയൊക്കെ എടുക്കണം കേട്ടോ. നല്ല പുതിയ പഞ്ഞിയൊന്നും പൊട്ടിച്ച് കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ തുന്നി കൊടുക്കാം. നമ്മൾ ടുലിപ്പ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് നൂല് ബാക്കി വിട്ടല്ലോ, ആ നൂല് വെച്ചിട്ടാണ് നമ്മളിതിനെ തുന്നാനായിട്ട് പോകുന്നത്. ഇപ്പം ഈ നൂല് വന്നിരിക്കുന്ന സൈഡെന്ന് പറയുന്നത് ഒരു സൈഡിലാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ തുന്നാനായിട്ട് പോകുന്നത്. ഇതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൂചി എടുക്കാം. സാധാ ഒരു സൂചിയാണെങ്കിലും മതി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നൂലിന് കയറാവുന്ന സൂചി. അപ്പം നമ്മുടെ ആ ഒരു നീളമുള്ള നൂല് വന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തുന്നുന്നത്. അപ്പോൾ ഇതേപോലെ വരും. നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യം അതേപോലെ തന്നെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. കാര്യം ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ഇവിടെ തുന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ 2 സൈഡും കൂടെ ഇതേപോലെ തന്നെ തുന്നിയെടുക്കണം. ഈ തുന്നുന്നത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് സംഭവം കാണുമ്പോഴത്തേക്കും മനസ്സിലാകും. അപ്പം ഇനി അപ്പുറത്തെ സൈഡ് തുന്നുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൻ്റെയും കറക്റ്റ് നടുക്കൂടിയായിട്ട് വരുന്നത് പോലെ വേണം എടുക്കാനായിട്ട്. അതിൽ ഒരു സൈഡാണ് നമ്മൾ ആദ്യം തുന്നുന്നത്. അപ്പം അവിടേക്ക് തന്നെ നമ്മൾ ആദ്യം സൂചി കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ച് നമ്മൾ ആദ്യം തുന്നിയ ആ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഇത് കണ്ടോ, ഏകദേശം ആ ഒരു ടുലിപ്പിൻ്റെ ഷേപ്പിലേക്ക് സംഭവം വരുന്നുണ്ട്. അവിടെയും നമ്മൾ 2 പ്രാവശ്യമാണ് തുന്നിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും ഇപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ ഈ തുന്നുന്നതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സംഭവം എന്തായാലും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഷോർട്സ് ആയിട്ടോ ഒക്കെ ചെറിയൊരു ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അവിടേക്ക് ഒരു കുഞ്ഞ് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ സാധാ ഒരു കെട്ടിയിടുന്നത് അതേപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പം കാണിക്കുന്നതാണ് നമ്മൾ കെട്ടിയിടുന്ന ഭാഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ്
കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം നമ്മളവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു നൂലിനെ നേരിട്ടങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരിക്കത്തില്ല. അതിനു മുമ്പായിട്ട് നമ്മൾ ആ ഒരു ടുലിപ്പിനെ ഇതേപോലെ കൈവച്ചിട്ടൊന്ന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ നൂലിനെ എന്ത് ചെയ്യണം നോക്കാം. ഈ നൂലിനെ ഏതുവഴിയെങ്കിലും ഒന്ന് കയറ്റിയിട്ട് നമ്മൾ അപ്പുറത്തോട്ട് ചെയ്ത് ആ ഏതെങ്കിലും ഒരു കുഞ്ഞു തുള വഴി ഇറക്കിയിട്ട് അവിടുന്ന് വേണം നിങ്ങൾ മുറിച്ച് കൊടുക്കാനായിട്ട്. മുകളിൽ നിന്ന് മുറിച്ച് കഴിഞ്ഞാൽ അത് ഒരു രസമുള്ള കാര്യമല്ല. അപ്പം ഞാനിപ്പോൾ ചെയ്തതുപോലെ വേണം നിങ്ങൾ യാണിനെ മറച്ചിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതേപോലെ തന്നെ അടുത്ത ടുലിപ്പും ചെയ്തെടുക്കണം. ഞാനിവിടെ അങ്ങനെ 2 ടുലിപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സംഭവം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ബാഗിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി ഇത് ബാഗിൽ എങ്ങനെയാണ് തൂക്കിയിടുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. സംഭവം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി നമുക്കിതിന് ലീഫ് കയറ്റി കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ലീഫിൻ്റെ നടുഭാഗത്തൂടെ ഇതേപോലെ ഒന്ന് ഹുക്കിനെ കയറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ ലീഫിനെ കയറ്റുമ്പോഴത്തേക്കും തല തിരിച്ച് വേണം ലീഫിനെ കയറ്റാനായിട്ട്. ഞാൻ ആദ്യം ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഇങ്ങനെ വേണം ലീഫിനെ കയറ്റാനായിട്ട്. ഇനി ഈ ഒരു ലീഫിനെയും കൂടെ നമുക്ക് ടുലിപ്പിലേക്ക് കയറ്റി കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ തല തിരിച്ചിട്ട് ലീഫ് ഹുക്കിലേക്ക് കയറ്റി. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ആ ചെയ്തെടുത്ത സ്ട്രിങ്ങിൻ്റെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിനെ ഇതേപോലെ ഹുക്കിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ലീഫിൻ്റെ ആ 2 കുഞ്ഞു തുള വഴി ഇറക്കി കൊടുക്കണം. സംഭവം ഇറങ്ങി വരും കേട്ടോ. അത്രയും വലുതാണെന്നൊക്കെ പറഞ്ഞാലും സംഭവം ഇറങ്ങി വരികയൊക്കെ ചെയ്യും. കണ്ടോ, ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലീഫിനെ നേരെ താഴോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മുടെ ടുലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. 1 മണിക്കൂർ പോലും വേണ്ട ഈ ഒരു സംഭവം ചെയ്തെടുക്കാനായിട്ട്. കാണാനായിട്ട് നല്ല ക്യൂട്ടുമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് മറക്കണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. അത്രയും